என்ன சேகரா லெட்டர் படிச்சிட்டு இருக்கே லவ் லெட்டரா இல்ல டெல்லியில பார்லமெண்ட் செக்யூரிட்டியில ஒரு அப்பாயின்மெண்ட் கிடைச்சிருக்கு ஆஹா அப்படியா அப்படிதான் ഭാര്യ വസുമതി എഴുതുന്നത് എന്തെന്നാൽ നിങ്ങൾ അയച്ച പണം ഇതുവരെ എന്റെ കയ്യിൽ കിട്ടിയില്ല. വീട്ടിലെ ചെലവിന് പണമില്ല. എത്രയും പെട്ടെന്ന് പണവുമായി വരണം. സ്വന്തം വസു. മോളുടെ കളിപ്പാട്ടം അമ്മയ്ക്ക് മുറുക്ക പഴങ്ങളുടെ സീസൺ അല്ലേ, അതുകൊണ്ടാ വെറ്റില പഴുത്തു പോയത്. എന്റെ അമ്മയെ കട അടച്ചു പോയി. അടുത്ത തവണ വരുമ്പോ നല്ല വെറ്റില വാങ്ങിച്ചോണ്ട് വരാം. അച്ഛന്റെ മക്കള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഉണ്ണിക്കുട്ടൻ എപ്പോഴും കളിയാ. ഇവള് വെറുതെ പറയാ ഞാനും നന്നായിട്ട് പഠിക്കും, എന്നിട്ട് അച്ഛനെ പോലെ വലിയ ഓഫീസറാവും. അമ്മ എവിടെ മക്കളെ? അടുക്കളയിലെങ്ങാനും കാണാമോ ദേവി? എന്തൊരു ദാഹം, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. ചെല്ല് ചെല്ല്, ദാഹം കാണും. ഞാനാ വസുമതി. പിള്ളേര് കാണും. നിങ്ങൾക്ക് ഞാനോ നിങ്ങളുടെ അമ്മയോ ആരാ വലുത്? പൂമുഖവാതുക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതുക്കലല്ല, ഈ അടുപ്പിൻ ചോട്ടിലോ. എന്നാലും സ്നേഹം പല ടേസ്റ്റിലും നീ എനിക്ക് വിളമ്പി തരുന്നല്ലോ വസു. എന്നാലേ ഇനി മണിയോട് എന്റെ പേർക്ക് അയച്ചാ മതി. അതെന്താ വസു? ഇത്രയും നാളും സ്വന്തം അമ്മയുടെ പേർക്കല്ലേ അയച്ചത്. വീട്ടു ചെലവിന് ഒരു ചില്ലി പൈസ പോലും ആ കളവി തരില്ല. നിങ്ങൾ അയക്കുന്ന കാശ് മുഴുവൻ കളർ ടി വി വാങ്ങാൻ കൂട്ടി വെച്ചിരിക്ക. വിശക്കുമ്പോ ടി വി പുഴുങ്ങി കൊടുത്താ മതിയോ? അയ്യോ വേണ്ട, അവർക്ക് വയറളവും. ഒരു നേരം പോലും ആ തള്ള ചുമ്മാ ഇരിക്കില്ല. കേക്ക് കൊണ്ടുവന്നില്ലേ അച്ഛാ? അയ്യോ അച്ഛൻ മറന്നുപോയി മക്കളെ. ആ എയർ ബാഗ് ഇരിപ്പുണ്ട്, രണ്ടുപേരും കൂടെ എടുത്തു. എന്നെയും പിള്ളേരെയും ചേട്ടന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അടുത്ത പ്രൊമോഷൻ ആവട്ടെ, അപ്പോഴേക്കും എനിക്ക് പുതിയ AC ക്വാർട്ടേഴ്സ് കിട്ടും. അപ്പൊ നടക്കൂല എന്നർത്ഥം. നമ്മൾ അവിടെ ആയാൽ വയസ്സായ അമ്മ ഇവിടെ ആര് നോക്കും? വേറെ 5-6 മക്കളുണ്ടല്ലോ, അവര് നോക്കട്ടെ. മണ്ടി, വയസ്സുകാലത്ത് അമ്മ ആര് സംരക്ഷിക്കുന്നു ആ മകനാണ് അമ്മയുടെ കാലശേഷം ഈ വീടും പറമ്പും എന്നുള്ള സത്യം നിനക്ക് അറിയരുതോ? അതുകൊണ്ടല്ലേ ഈ മാരണത്തിനെ ഞാൻ സംരക്ഷിക്കുന്നത്. നിങ്ങൾ ആള് വേന്ദ്രനാ. അതെന്താണോ നിനക്ക് മനസ്സിലായത്? പെറ്റ തള്ളയായി പോയി, അല്ലെ ഞാൻ എന്നെ അവർക്ക് എലിവിഷം വെച്ചേനെ. എലിവിഷം വെക്കണത്? അയ്യോ, എലിവിഷവും പുലിവിഷവും ഒന്നും അല്ല. അമ്മയ്ക്ക് കളർ ടെലിവിഷൻ വാങ്ങിക്കുന്ന കാര്യമാ പറഞ്ഞേ. നിക്കടാ, എന്താടാ വായില്? നീ എന്താടാ വിളിച്ചേ? ഞാനൊന്ന് കാണട്ടെ, എന്നെ ഒന്ന് കാണിച്ചേ. പണ്ടാട്ടിക്ക് മക്കൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നിനക്ക് അറിയാലേ? പെറ്റതള്ളക്ക് വായ പയറുണ്ടെന്നുള്ള ചിന്ത അവനില്ല. വിത്ത് ഗുണം 10 ഗുണം. തന്തയുടെയും തള്ളയുടെയും സകല വൃത്തിയായിട്ട് സ്വഭാവം 2 എണ്ണത്തിനും കിട്ടിയിട്ടുണ്ട്. ആർക്കൊരു വസ്തു കൊടുക്കൂല. അസത്തക്കളി. എന്നാ ഞാൻ ഇവന്മാരൊന്ന് കണ്ടിട്ട് തന്നെ. എത്രയോ നല്ല നല്ല ആളുകള് ഓരോ ആപത്തിൽ പെട്ട് ചാവുന്നു. ഇതിനെയൊന്നും ഒരു കാലനും വേണ്ടല്ലോ എന്റെ ദൈവമേ. ഇതൊക്കെ 5-6 പാ ചവിട്ടി കീറിയിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകും എന്റെ വല്യ. അല്ലയോ? ഏത് വല്യ? ഞാൻ അങ്ങനെ വിളിച്ചു. അങ്ങനെ ഞാൻ പലതും വിളിക്കും, വല്യന്നും വസുന്നും ഒക്കെ. അപ്പൊ അടുത്ത മണിയോട് ആരെ പേരില്ല? അതാരാ? എടി മണ്ടി, അതൊക്കെ നീ തന്നെ. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഓർമ്മിക്കൂ. കമലേശമംഗലത്തെ സതീശൻ ചേട്ടന്റെ ജോലി സ്ഥലത്തെ അഡ്രസ് ചോദിച്ചിരുന്നു. അയാളുടെ മോള് സവിതയ്ക്ക് അടുത്ത മാസം അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അത്രേ. പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ അത്രയും സഹായം ആവുമല്ലോ. നീ നാട്ടുകാർക്ക് മുഴുവൻ എന്റെ അഡ്രസ് എഴുതി കൊടു. എന്നിട്ട് അവർക്കൊക്കെ ആശുപത്രി ഓപ്പറേഷന് പോകാനും ഇന്റർവ്യൂവിന് കൂട്ടുപോകാനും പോയി എന്റെ പണി പള്ളിപ്പുറത്താവും. ശമ്പളം കിട്ടുന്ന കാശ് വലിഞ്ഞേറി വരുന്നവർക്ക് പുട്ടും കടലയും തട്ടുദോശയും വാങ്ങിക്കൊടുത്ത് എന്റെ കീശ തരിച്ചായാൽ മാസാമാസം നിനക്കൊക്കെ തിന്നാനായിട്ട് ഞാൻ എന്തോന്നെടുത്ത് മണിയോർ അയക്കും. സഹായിച്ച് കക്ഷത്തിലിരുന്ന് പറന്നും പോവും, ഉത്തരത്തിലിരുന്ന് കിട്ടാനും പോകുന്നില്ല. ശൂളം അടിച്ച് കിടക്കേണ്ടി വരും. സ്വന്തം നാട്ടിലോ രക്ഷയില്ല, അന്യനാട്ടിൽ പോയി മാന്യമായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ അതും സമ്മതിക്കില്ല. സിറ്റിംഗ് ബ്രാഞ്ച് നോക്കട്ട്, ഇരിക്കുന്ന കൊമ്പ് നീ മുറിക്കരുത്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സത്യമായിട്ടും ചേട്ടന്റെ അഡ്രസ് ഞാൻ ആർക്കും കൊടുക്കില്ല. നീ വിഷമിക്കാണ്, നിനക്ക് എന്റെ ജോലിയെ പറ്റി അറിയാൻ മേലാഞ്ഞിട്ട്. ഒരു സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ പോലീസ് ഐജിയേക്കാളും പവറാണ്.
വെള്ളം അടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് ഐജിയേക്കാൾ വലിയവനാണ് വാച്ചവരെന്ന് പറയുന്നത് നീ ആരാടാ? ഇതുവരെ ചാമ്പ്യത് പോരെ സാർ. ഞാൻ ആ ഗേറ്റിൽ മീശ വിരിച്ച് നിന്നാൽ ഒരു ഈച്ച പോലും ഉള്ളിലേക്ക് കടക്കില്ല. ഒരു ഗുരുവിരുത്തം കേട്ട ജയപാലന എനിക്ക് പകരം ഡ്യൂട്ടി. അവൻ എന്തൊക്കെ ഗുലുമാലൊപ്പിച്ചു വെക്കുമോ? അയ്യോ അയ്യോ, ഈ രാജ്യത്തിന് സംരക്ഷകനൊരു വിലയുമില്ലേ? അയ്യോ അയ്യോ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ അകാരണമായി മർദ്ദിക്കുന്നത്? നിനക്കറിയില്ലല്ലേ? അല്ല അല്ല, എന്താ സംഭവം? ഇവൻ എന്താണ്ട് ഭാര്യയോട് പറഞ്ഞറിയോ? എന്താ പറഞ്ഞേ? ഞാനതങ്ങനെ പുറത്ത് പറയും. അതെന്തായാലും പ്രശ്നമില്ല, മിസ്റ്റർ ഡില്ലാർക്ക് പറഞ്ഞോളൂ. കരണ്ട് പോയ സമയത്ത് ഉൽപാദകനെ ഉത്തേജിപ്പിക്കാൻ ഗർഭക്കുഴമ്പുമായിട്ട് ഞാൻ ആൻസിയുടെ ഫ്ലാറ്റിൽ പോയെന്ന്. അയ്യോ, ഞാൻ അങ്ങനെയല്ല ചേച്ചിയോട് പറഞ്ഞത്. അങ്ങനെയല്ലെന്ന പിന്നെ എങ്ങനെടാ? വിദ്യുച്ഛക്തി നിലച്ച സമയത്ത് ഉത്പാദകനെ ഉത്തേജിപ്പിക്കാൻ. ഏത് ഉൽപാദകൻ, ഏത് ഉത്തേജനം? പറയടാ. ഉത്പാദകൻ എന്ന് പറഞ്ഞാൽ വിദ്യുച്ഛക്തി ഉത്പാദിപ്പിക്കുന്നത്. ഉത്തേജനം പ്രവർത്തനം. ജനറേറ്ററോ? ആ അതെ. ബാക്കിയുടെ പറയണത് കന്നാസിൽ ഭൂഗർഭ കുഴമ്പുമായി. ആരെന്തൊക്കെ കുഴമ്പുന്നു? ഭൂഗർഭ കുഴമ്പ്. അങ്ങയുടെ ഭാര്യ ഈ ഭൂ വിട്ടത് കൊണ്ടാണ് നമ്മളിപ്പോ ശണ്ട കൂടാൻ കാരണം. അല്ല, അത് എന്ത് കുഴമ്പാ? കന്നാസിൽ കൊണ്ടുപോയി വിദ്യുച്ഛക്തി ഉത്പാദകനെ ഉത്തേജിപ്പിക്കാൻ ഒഴിക്കുന്ന സാധനം. ഡീസലോ? ആ അത് തന്നെ. അതുമായി ആനി ചേച്ചിയുടെ വീട്ടിൽ പോകുന്നത് കണ്ടു എന്നേ ഞാൻ പറഞ്ഞോളൂ. ഇതങ്ങനെ പച്ച മലയാളത്തിൽ ജനറേറ്റർ ഒഴിക്കാൻ ഡീസൽ കൊണ്ടുപോയി പറഞ്ഞ പോരാ. അങ്ങനെ പറഞ്ഞാൽ തല്ല് കിട്ടുമോ? ഇടോ ജയപാല, നിന്റെ ഈ കടിച്ചാ പൊട്ടാത്ത മലയാള പ്രയോഗമാണ് ഇതിനൊക്കെ കാരണം. ഇനിയെങ്കിലും മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ നോക്ക്. നിങ്ങൾ എന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ എന്റെ താതന് നൽകിയ വാക്ക് പാലിക്കും. ഇത് സത്യം സത്യം സത്യം. എന്റെ കൊക്കിൽ ജീവൻ സ്പന്ദിക്കുന്ന നിമിഷം വരെ ഞാൻ മലയാള മാതാവിനെ മറക്കില്ല. ഇയാളുടെ ശല്യം കൊണ്ട് ഫ്ലാറ്റിലെ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആ, എന്റെ മോനെ മിനറൽ വാട്ടറിന് ഇവനൊരു മലയാളം പറഞ്ഞു കൊടുത്തു. ആ കഴുത അത് സ്കൂളിൽ ചെന്ന് ടീച്ചറോടും പറഞ്ഞു. എന്താവൻ പറഞ്ഞേ? മൂലജലം. അപ്പൊ അവൻ കഴുത തന്നെയാ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ പഠിപ്പിച്ചത്. മൂലജലം എന്നാ. മൂലക ജലം എന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഭാര്യ പൂ വിട്ടു, ഇവൻ കാ വിട്ടു. ഇങ്ങനെ തോന്നിയ പോലെ ഓരോരുത്തർ ഓരോന്ന് വിട്ടോണ്ടിരുന്ന ഞാനെന്ത് ചെയ്യും? ഏതായാലും തെറി പറഞ്ഞൊന്നും പറഞ്ഞ മോനോട് രക്ഷകർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പിന്നെ ചെന്നൊരു അപേക്ഷ കൊടുത്ത് അതങ്ങ് ഒതുക്കി. വെരി ഗുഡ്. ഇത് ഇവന്റെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസാ. ഇനി ഇത് ആവർത്തിച്ച ഇല്ല. ശേഖരാ, അമ്മ ഉറങ്ങിയില്ല. ഒരു ദിവസം എടാ ശേഖരാ, ലീവ് തീർന്നു. ശേഖരാ. ഇനി നീ എന്നാ വരുന്നേ? അടുത്ത മാസം. ആ, അപ്പൊ എനിക്കൊരു പുതിയ കണ്ണടയും കൂടി കൊണ്ടുവരണം. ആ നാരി ജന്മത്തിലെ മങ്കമ്മി, നാരി ഒരു സാന്ത്വനത്തിലെ പിപ്പി ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലടാ. ഒരു മങ്ങളി കേട്ടോടാ. അമ്മ ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? സ്വസ്ഥമായിട്ട് ഉറക്ക ഗുളിയാൻ കലക്കി കൊടുക്കും. അമ്മേ, ഒരു ദിവസത്തെ ലീവേ ഉള്ളൂ.